ഉണ്ണിയേട്ടൻ ഇനി ഒന്നും പറയണ്ട. ദേ നമ്മുടെ കാര്യം വീട്ടിലറിഞ്ഞു. ഇപ്പൊ അച്ഛനും അമ്മയും ചാവാൻ വേണ്ടി കയറും പിടിച്ചോണ്ട് നിക്ക അവിടെ. ദേ മര്യാദക്ക് ഇവിടെ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പൊക്കോ, ഇല്ലെങ്കിൽ എന്റെ ബാഗ് എടുത്തോണ്ട് ഞാൻ അങ്ങോട്ട് വരും. പറഞ്ഞേക്കാം. അയ്യോ ഇങ്ങോട്ട് വരണ്ട. എടി ഞാൻ എന്തെങ്കിലും വഴി ഉണ്ടാക്കാൻ, നീ ഒന്ന് അടങ്ങ്. അമ്മാവാ വടിയേക്കാറ്റ് എങ്ങോട്ടാ നടക്കാൻ ഇറങ്ങിയത്? ആണെങ്കി നടന്നോ? നിന്റെ ഫോണിൽ ആരായിരുന്നു വിളിച്ചേ? അതെന്റെ ഒരു ഫ്രണ്ടാ. ഫ്രണ്ടോ? ഏത് ഫ്രണ്ട്? അവളങ്ങ് ബാംഗ്ലൂര്. അമ്മാവനറിയില്ല. അവളോ? ഏതവളാണ് പറയടാ. അയ്യോ അവളല്ല, അവനങ്ങ് ബാംഗ്ലൂരാ. അമ്മാവനറിയില്ല. അവനാ ഇപ്പൊ വിളിച്ചത്. ഫ്രണ്ടോ ഫ്രണ്ടോ? അതല്ലാതെ ഏതെങ്കിലും പെണ്ണുങ്ങളെ വിളിച്ച് സൊള്ളിക്കൊണ്ട് എന്നാണെന്ന് ഞാൻ അറിഞ്ഞു. അയ്യോ അടിച്ച് ഞാൻ പൊളിക്കും. ആ സ്ത്രീകൾ എനിക്ക് ഈ തറവാടിന് വിരുദ്ധമാണ്. ഒരു പെണ്ണിനെ പോലും ഈ തറവാടിന്റെ പടി നടത്താൻ ഞാൻ അനുവദിക്കില്ല. അമ്മാവനോട് കുറെ നാളായി പറയണമെന്ന് വിചാരിക്കുന്നു. എന്ത്? അമ്മാവനിപ്പൊ വരെയോ അല്ല അമ്മാവനിപ്പൊ വരെ തീരെ ഉണങ്ങി മെലിഞ്ഞു വരിക. ഇങ്ങനെ പോയാ അമ്മാവൻ വൈകാതെ തന്നെ തീരും. അമ്മാവൻ എങ്ങാനും തട്ടിപ്പോയാ ഈ നീണ്ടു നിവർന്ന് നടക്കുന്ന സ്വത്തുക്കൾക്ക് ഒരനന്തരാവകാശം ഇല്ലാതെയാവും പോവല്ലോ ഓർക്കുമ്പോഴാ. എടാ അതിനല്ലേ അനന്തരാവകാശിയായി നീ ഇവിടെ ഉള്ളത്. അയ്യോ ഞാൻ ഇവിടെ ഉണ്ട്, പക്ഷെ എനിക്കൊരു അനന്തരാവകാശി വേണ്ടേ? വേണ്ടേ മരുമോനെ. എന്ത്? നിന്റെ റൂട്ട് എങ്ങോട്ടാന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. ആ പരിപ്പ് ഇവിടെ വേവൂല. ഈ തറവാട്ടിൽ സ്ത്രീകൾ കാലുത്തരുതെന്നേ നമ്മുടെ അപ്പനപ്പന്മാരായ എടുത്ത തീരുമാനമാ. ഞാനിപ്പോ ഒരു സ്ത്രീ വിരോധിയാ. എനിക്കിപ്പോ കല്യാണമേ വേണ്ട. അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊള്ളാം. എടി ഇങ്ങനെ നടന്ന് വിളിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മളെ ബന്ധം എന്തായാലും നടക്കാൻ പോകുന്നില്ല. ഈ സ്ത്രീ വിരോധിയായ അമ്മ നമ്മുടെ കല്യാണം നടത്തി തരില്ല, ഉറപ്പാ. എനിക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട് ഏട്ടാ. എന്റെ പൊന്നുമൂക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് ഏട്ടന് അറിയാം. ഇനി ഞാൻ പറയുന്ന പോലെ കേക്കുമോ? എനിക്കിത് ഇഷ്ടമല്ല. എനിക്കിന്ന് ഒരുപാട് ഇഷ്ടമാ. നീ വേറെ ഏവനെങ്കിലും കെട്ടണം. അവനോട്ട് സുഖമായിട്ട് ജീവിക്കണം. നീ എന്നെ അങ്ങ് മറന്നേര്. കാലപാട കയറുവാ എന്നെ കുഞ്ഞാറ്റേനെ വിട്ടുപോയേ. എന്തോ അവിടെ അല്ലേ ഇവിടെ? എവിടെ? ഏട്ടന്റെ കുഞ്ഞാറ്റ വന്നു. ഇനി ഏട്ടൻ കരയണ്ടാട്ടോ. അയ്യോ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്ത? അമ്മ അച്ഛനും വീട്ടിൽ ഭയങ്കര കരച്ചിലെന്നേ, ആകെ സീനായി. എനിക്ക് അവരുടെ കരച്ചിലൊന്നും കണ്ട് സഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ബാഗ് കൊടുത്ത് ഇങ്ങോട്ട് വന്നു.